അതിഥികളിലേക്ക് പോകുന്നു. ശ്രീ എബിൻ റോസ്, ഒപ്പം തന്നെ ശ്രീ CK രാജേഷ് കുമാർ തുടങ്ങിയവർ നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ഞാൻ ആദ്യം രാജേഷിലേക്ക് പോകുന്നു. രാജേഷ് ലോകകപ്പ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നേരിട്ട് അർജന്റീനയുടെ മത്സരങ്ങൾ കണ്ടിട്ടുമുണ്ട്. പലപ്പോഴും അദ്ദേഹം ഈ ലയണൽ മെസ്സി കിരീടം നേടുന്നത് കാണാൻ കാത്തിരുന്നവർ നിരവധിയാണ്. പക്ഷേ ഇപ്പോൾ ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. ഒരു രാജ്യാന്തര കിരീടം കോപ്പയിൽ അത് നേടാൻ കഴിയുന്നു. പ്രത്യേകിച്ചും ബ്രസീലിനെ തോൽപ്പിച്ച് കിരീടം നേടാൻ കഴിയുന്നു എന്ന് പറയുന്നത് അത് വലിയ വിജയം തന്നെയാണ്, അസുലഭ നിമിഷം തന്നെയാണ്. പ്രത്യേകിച്ചും അവരുടെ നാട്ടിൽ പോയി പുലിമടയിൽ പോയി പിടിക്കുക എന്ന് പറയുന്നത് പോലെയൊക്കെ തന്നെ അങ്ങനെ ഒരു നിമിഷമാണ് വന്ന് ചേർന്നതും ആ വിജയം സ്വന്തമാക്കിയതും. അപ്പോൾ ഈ വിജയത്തെ താങ്കൾ ഏത് തരത്തിലാണ് കാണുന്നത്? പ്രത്യേകിച്ചും ഈ മെസ്സിയുടെ ഇതുവരെയുള്ള ഈ കോപ്പയിലെ ഗ്രൂപ്പ് ഘട്ടം മുതൽ ഇപ്പോൾ ഈ ഫൈനൽ കിരീടധാരണം വരെയുള്ള നിമിഷങ്ങളെ. നമുക്ക് തീർച്ചയായിട്ടും ഈ ദിവസത്തെ നമുക്ക് ലയണൽ മെസ്സിയുടെ ദിവസമാക്കി മാറ്റാം, അല്ലെങ്കിൽ ലയണൽ മെസ്സിയുടെ ദിവസമായി നൽകാം. ശരി, 2014 വേൾഡ് കപ്പിൽ മെസ്സി ജർമ്മനിയോട് പരാജയപ്പെടുന്ന കാഴ്ച നേരിട്ട് കാണാൻ സാധിച്ചയാളാണ്. അപ്പോൾ അവിടെ അക്ഷരാർത്ഥത്തിൽ വിതുമ്പിയ മെസ്സിക്ക് അതേ മണ്ണിൽ അതേ വേദിയിൽ അവരുടെ പരമ്പരാഗത എതിരാളികളായ ബ്രസീലിനെ പരാജയപ്പെടുത്തി കോപ്പ അമേരിക്ക കിരീടം നേടാൻ സാധിച്ചു എന്നത് മെസ്സിയെയും അർജന്റീന ടീമിനെയും സംബന്ധിച്ച് അവിടെ ഏറ്റവും വലിയ ആനന്ദമാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയുവാൻ സാധിക്കും. നോക്കണം, ഒരു ലോകോത്തര ടീമിനെ സംബന്ധിച്ച് 28 വർഷത്തെ കാത്തിരിപ്പാണ് ഒരു കിരീടത്തിന് വേണ്ടി. 28 വർഷം മുമ്പാണ് കോപ്പ അമേരിക്ക കിരീടം അർജന്റീന നേടുന്നത്. അതുപോലെ തന്നെ ഒരു കോമ്പറ്റീറ്റീവ് വലിയൊരു ടൂർണമെന്റിൽ ബ്രസീലിനെ തോൽപ്പിക്കുന്നത് 84 വർഷത്തിന് ശേഷമാണ്. അത്രയും വലിയ കാത്തിരിപ്പാണ് ബ്രസീലിനെതിരെ അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നത്. അതെല്ലാം മാറ്റി, അല്ലെങ്കിൽ ലോകം കണ്ട എക്കാലത്തെയും മികച്ച താരം ആകുവാൻ കെൽപ്പുള്ള, അല്ലെങ്കിൽ താരങ്ങളുടെ നിരയിലുള്ള ലയണൽ മെസ്സിയിലൂടെ അത് സാധിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അർജന്റീനയെ സംബന്ധിച്ച്, അവരുടെ ആരാധകരെ സംബന്ധിച്ച്, ലയണൽ മെസ്സിയെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അവർക്ക് ഏറ്റവും വലിയ ആനന്ദമാണ്. മത്സരത്തിലാണെങ്കിൽ ഒരു ഫൈനലിൻ്റെതായ ആവേശം പരുക്കൻ അടവുകളിലൂടെയാണ് ശരിക്കും തുടങ്ങിയത്. അത് രണ്ടുപേരുടെ സമ്മർദ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് ഒരു ഗോൾ വീണു എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ചടുലമായ നീക്കങ്ങളോ ഭാവനാസമ്പന്നമായ നീക്കങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു 1-ാം പകുതിയായിരുന്നു നാം കണ്ടത്. പരുക്കനടവുകൾ ഏതാണ്ട് 18ഓളം മഞ്ഞക്കാടുകൾ കാണുവാനിടയായി. അപ്പൊ അത്തരത്തിൽ ഫൈനലിൻ്റെതായ, അല്ലെങ്കിൽ ഫൈനലിന്റെ രസച്ചായിട്ട് പൊട്ടിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളായിരുന്നു ഇരു ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് ശരിക്കും ബ്രസീലിൽ കളിക്കുന്നത് കൊണ്ടും, അല്ലെങ്കിൽ അത്രത്തോളം ആ മത്സരത്തിന്റെ സമ്മർദ്ദം ഇരു ടീമുകൾ അനുഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്രത്തോളം വൈരം കാത്തു സൂക്ഷിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ ആ കൃത്യമായ ഒരു ഗോളിലൂടെ, ഏഞ്ചൽ ഡി മരിയ നേടിയ ഗോളിലൂടെ അർജന്റീന മുന്നിലെത്തുകയും ആ ലീഡ് അവർ മത്സര അവസാനം വരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തതോടുകൂടി അർഹിക്കുന്ന, അല്ലെങ്കിൽ പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറയുന്ന പോലെ മെസ്സിക്ക് ആ കിരീടം ലഭിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതിലേറെ അർജന്റീൻ ആരാധകർക്ക് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാവുന്നതാണ്. കാലത്തിന്റെ കാവ്യനീതിയെ മെസ്സിക്ക് എത്തിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഞാൻ രാജേഷിലേക്ക് തിരിച്ചെത്താം, തുടരണം. കാരണം ഈ മത്സരവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശകലനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഞാൻ എബിൻ റോസിലേക്ക് പോകുന്നു. എബിൻ റോസ്, മറക്കാനയിൽ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു തോൽവി, കുറച്ച് നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് നെയ്മർ കണ്ണുനീർ പൊഴിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഈ ബ്രസീലിന് വീണ്ടും ഒരു ദുരന്തം ഉണ്ടായി എന്ന് പറയാൻ കഴിയുമോ? എങ്ങനെയാണ് ഇന്നത്തെ ഈ ബ്രസീലിന്റെ തോൽവിയെ താങ്കൾ കാണുന്നത്? ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. കാര്യം ബ്രസീൽ എന്ന് പറയുന്ന രാജ്യം ഇന്ന് ഫുട്ബോളിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണെങ്കിൽ പോലും മറ്റുള്ളവർക്കും കൂടെ അവകാശപ്പെട്ടതിനാണ്. പക്ഷെ നമുക്ക് ഇന്ന് മറ്റുള്ള മാറ്ററുകൾ സംസാരിക്കുന്നതിനേക്കാളും തീർച്ചയായിട്ടും ഇന്നത്തെ പ്രസക്തി എന്ന് പറഞ്ഞാൽ മെസ്സി ലോകരാജാവായി, അല്ലെങ്കിൽ ലോക ജേതാവായി എന്നുള്ളത് തന്നെയാണ്. മെസ്സി ലോക ജേതാവ് എന്ന് പറയുന്നതിന് കാരണം മെസ്സിയുടെ, അല്ലെങ്കിൽ അർജന്റീനയുടെ വിജയത്തെ സ്കലോണിയെ പോലുള്ള, അല്ലെങ്കിൽ അർജന്റീനയുടെ മൊത്തം കളിക്കാർ, അല്ലെങ്കിൽ മറ്റുള്ള കളിക്കാരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതല്ല. കാര്യം മെസ്സിയുടെ വിജയം എന്ന് പറഞ്ഞാൽ ഒരുപാട് എലമെന്റ്സുകളെ ബാധിക്കുന്നതാണ്. അതായത് ഇതോടുകൂടി ഈ ഫുട്ബോളിന്റെ, അതായത് ലോകത്തിലെ ഫുട്ബോളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
മെസ്സിയുടെ വിജയത്തിനെ അല്ലെങ്കിൽ പരാജയത്തിനെ കാത്തിരുന്നത് ബ്രസീലോ അർജന്റീന മാത്രമല്ല, ഈ ലോകം മൊത്തമാണ്. പ്രത്യേകിച്ചും റൊണാൾഡോ എന്നൊരു ഘടകം കൂടെ ഉണ്ട്. നമ്മൾ ഈ പറയുമ്പോൾ എപ്പോഴും മെസ്സിക്ക് കമ്പയർ ചെയ്തുകൊണ്ട് റൊണാൾഡോയ്ക്കൊപ്പം എത്തിയില്ല, അതിന് സാധിക്കുന്നില്ല. അതിന് കാരണം ഒരു ട്രോഫിയുടെ വിജയം തന്നെ എന്ന് പലപ്പോഴും പറയേണ്ടെങ്കിലും ഒരു ലോകോത്തര താരത്തിന് ഒരു വിജയം കൊണ്ട് മാത്രം ലോകോത്തര താരം ആകുന്നില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് ലോക രാജാവ് എന്നുള്ളത് നമ്മൾ പലവട്ടം അദ്ദേഹം പ്രൂവ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ മെസ്സിയുടെ ഈ വിജയം അല്ലെങ്കിൽ അർജന്റീനയുടെ ഈ വിജയം സ്വാധീനിക്കുന്നത് ലോക ഫുട്ബോളിനെയാണ്, അർജന്റീനയുടെ ഫുട്ബോളിന്റെ തിരിച്ചുവരവിനെയാണ്, ഒപ്പം ബാഴ്സലോണയുടെയും അതിനോടൊപ്പം തന്നെ ഫുട്ബോൾ മാർക്കറ്റിങ്ങിനെയാണ്. തീർച്ചയായിട്ടും നമുക്ക് കളിയിൽ അങ്ങനെ വലിയ എന്താ പറയാ ഒരു ആവേശമൊന്നും, പ്രത്യേകിച്ചും ഫൈനലാവുമ്പോൾ ഇരു ടീമുകളും തോൽക്കാതിരിക്കാൻ ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ ആവേശകരമായ കളിയൊന്നും കണ്ടില്ല. പക്ഷേ അവസാന നിമിഷം മെസ്സിക്ക് കിട്ടിയ ചാൻസ് അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു അവസരം അദ്ദേഹം തൊലപ്പിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മെസ്സിക്ക് എന്താ പറയുക, നേരത്തെ പല ആരാധകരും പറയാനുണ്ടായി ഒരാഴ്ചത്തേക്ക് ആരും വെളിയിൽ ഇറങ്ങില്ല, ബ്രസീൽ ഫാൻസ് ആയാലും റൊണാൾഡോ ഫാൻസ് ഇറങ്ങില്ല എന്ന് പറഞ്ഞില്ല. ആ നിലവാരത്തിലേക്ക് എത്തുമായിരുന്നു. അവിടെ മാനസിക സമ്മർദ്ദം മെസ്സി കീഴടക്കി ഒന്നൊരു സംശയമുണ്ട്. പക്ഷെ അതിമനോഹരമായ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു. അപ്പൊ തീർച്ചയായിട്ടും ഇത് മെസ്സിയിലോ അല്ലെങ്കിൽ ബ്രസീലിലോ ഒതുങ്ങി നിൽക്കുന്ന ഫുട്ബോൾ അല്ല ഇന്നത്തെ കോപ്പ അമേരിക്ക സംബന്ധിച്ച്. നമുക്കറിയാം യൂറോ കപ്പ് ആയിരുന്നു ഇന്നലെ വരെ എന്താ പറയുക ഒരു എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഒരു ഗ്ലാമർ സംഭവം. പക്ഷെ അർജന്റീന ബ്രസീൽ ഫൈനൽ വന്നപ്പോഴത്തേക്കും ലോകം മുഴുവൻ ഈ കോപ്പ അമേരിക്കയുടെ ിലോട്ടായി ശ്രദ്ധ. അത് തന്നെയാണ് തീർച്ചയായിട്ടും ബ്രസീലിന് ഫുട്ബോളിലുള്ള സ്ഥാനം അല്ലെങ്കിൽ അർജന്റീനയ്ക്കുള്ള സ്ഥാനം. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രസീലിന് ഒരു തിരിച്ചടി എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ഈ ടൂർണമെന്റിൽ ബ്രസീലിന് വളരെയധികം സാധ്യത കൽപ്പിച്ചിരുന്നെങ്കിൽ പോലും അർജന്റീനയുടെ ഒരു വരവ്, അതായത് ഓരോ മത്സരങ്ങളും മെച്ചപ്പെട്ടു വരുന്ന, അതിനോടൊപ്പം തന്നെ ഭാഗ്യത്തിന്റെ കൂടെ അകമ്പടിയോടുകൂടി ഒരു മെസ്സിക്ക് വേണ്ടി, അതായത് മെസ്സിയുടെ കോപ്പ അമേരിക്ക മാറും എന്നുള്ളൊരു സൂചന നമുക്ക് നേരത്തെ ലഭിച്ചാണ്. പതിവിൽ കവിഞ്ഞ ഒരു കപ്പ് നേടും എന്നുള്ളൊരു വിശ്വാസം ആരാധകർക്കും മെസ്സിക്കും തോന്നിയൊരു കപ്പായിരുന്നു. അതുകൊണ്ട് ബ്രസീലിന് ഒരിക്കലും അതൊരു തിരിച്ചടി ആകുന്നില്ല. ശരിയാണ്, താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഞാൻ രാജേഷിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ രാജേഷ്, നമ്മുടെ ഈ പ്രകൃതിയുടെ സൗന്ദര്യമെല്ലാം ആസ്വദിക്കാം. പല ഭാഗത്തും പലതരത്തിലുള്ള സൗന്ദര്യം, അത് നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ലയണൽ മെസ്സിയുടെ ആ കളി മികവ് നമ്മൾ വർഷങ്ങളായി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഈ കിരീടധാരണത്തെ കാണുമ്പോൾ അത് നമുക്ക് ആ സൗന്ദര്യം കൂടിക്കൂടി വരുന്നതായി തോന്നി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾ കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാവമാറ്റങ്ങൾ കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഉയർന്നതെല്ലാം കാണുമ്പോൾ, അപ്പോൾ ആ ഒരു സൗന്ദര്യത്തെ നമുക്ക് ഈ നിമിഷം എങ്ങനെ വർണ്ണിക്കാം? നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ നമുക്ക് പറയാൻ കഴിയുക മെസ്സിയെക്കുറിച്ച് തന്നെയാണ്. ഈ മത്സരത്തിൻ്റെ വിജയത്തിന് അപ്പുറം മെസ്സിയുടെ ഈ ഒരു നേട്ടത്തെക്കുറിച്ച് തന്നെ നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. തീർച്ചയായിട്ടും ഈ കിരീടം തീർച്ചയായിട്ടും മെസ്സി അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വളരെ ശരിയാണ്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഫ്രം ഫസ്റ്റ് ഗെയിം അല്ലെങ്കിൽ ആദ്യ മത്സരം മുതൽ മെസ്സി എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടിയാണ് കളിച്ചതെന്ന് നാം കണ്ടു. പലപ്പോഴും ബാഴ്സലോണ ജേഴ്സിയിൽ അദ്ദേഹത്തിന്റെ അസാമാന്യ പ്രകടനങ്ങൾ നാം കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് എത്രയോ ഏറ്റവും വലിയ പ്രതിരോധത്തെ കീറി മുറിച്ച് അദ്ദേഹം ഗോൾ നേടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മഴവില്ലുള്ള ഫ്രീ കിക്കുകളിലൂടെ ഗോൾ നേടുന്ന നിരവധി തവണ നാം കാണുകയുണ്ട്. പക്ഷെ അർജന്റീനൻ ജേഴ്സിയിൽ നമ്മൾ ഒരു വലിയ പ്രകടനം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബാഴ്സലോണയിൽ കാഴ്ചവെക്കുന്ന അത്രയും പോന്ന ഒരു പ്രകടനം നാം അർജന്റീനയ്ക്ക് വേണ്ടി കണ്ടിട്ടില്ല. ഓഫ് കോഴ്സ് 2014 വേൾഡ് കപ്പിൽ അദ്ദേഹമായിരുന്നു മികച്ച താരം. അദ്ദേഹത്തിന്റെ മികച്ച കളി നമ്മൾ ആ വേൾഡ് കപ്പിൽ കണ്ടു. പക്ഷേ കപ്പ് അന്യമായി തന്നെ ഈ കോപ്പയിലേക്ക് വന്നപ്പോൾ ആദ്യ മത്സരം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ഗോൾ ഒരുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, ഗോൾ നേടുന്ന കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിലും ഈ കോപ്പയിലെ മറ്റേത് ടീമിലെ അല്ലെങ്കിൽ താരങ്ങളെ എടുത്താലും അതിനൊക്കെ ഒരു പടി മുകളിലായിരുന്നു ലയണൽ മെസ്സി. അതുതന്നെയാണ് 5 അസിസ്റ്റുകൾ 4 ഗോളുകളും നേടി ടൂർണമെന്റ് ഏറ്റവും മികച്ച താരവും ടോപ്പ് സ്കോററും ഒക്കെ ആയി അദ്ദേഹം മാറുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കോപ്പ അമേരിക്ക കിരീടം അദ്ദേഹത്തിലൂടെ അർജന്റീനയ്ക്ക് ലഭിച്ചു എന്ന് തീർച്ചയായിട്ടും പറയാം. ഫൈനൽ തീർച്ചയായിട്ടും മെസ്സിയുടെ ഒരു പ്രഭാവം നമുക്ക് അധികം കാണാൻ സാധിച്ചിട്ടില്ല. ചില പിന്നലാട്ടങ്ങൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഫൈനലിൽ അത്ര വലിയ മികച്ച ഒരു പ്രകടനം മെസ്സിക്ക് കാഴ്ചവെക്കാൻ പറ്റിയത് അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം ബ്രസീലിയൻ ഡിഫൻസ് കൊടുത്തില്ല എന്ന് പറയുന്നത് കൂടുതൽ ശരി. അത് ഉണ്ടായില്ല. എങ്കിലും ആ ഒരു ഗോളിൽ നേടി മെസ്സിക്ക് വേണ്ട അല്ലെങ്കിൽ മെസ്സിക്ക് അനിവാര്യമായ ആ ഒരു കിരീട നേട്ടത്തിലേക്ക് എത്തുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. നമുക്ക് ഇനി വരും കാലങ്ങളിൽ ഇവിടെ പ്രിയ സ്പീക്കർ ഇന്ത്യ രാജ്യം സൂചിപ്പിച്ചതുപോലെ വരുന്നത് വേൾഡ് കപ്പാണ്. വരുന്ന വർഷം നടക്കുന്ന വേൾഡ് കപ്പിൽ അർജന്റീന കിരീടത്തിൽ അല്ലെങ്കിൽ മെസ്സിയിലൂടെ കിരീടത്തിൽ
മുത്തമിടുന്നത് കാണുവാനായിട്ട് ലോകമെമ്പാടുള്ള ആരാധകര് കാത്തിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് പോകുന്ന ഒരു ടീമിനെ അണിയിച്ചെടുക്കാൻ സ്കലോണിക്കും സാധിക്കും എന്ന് നമുക്ക് കരുതാം. പക്ഷെ ഇതൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഈ കളിയുടെ നമ്മൾ ഈ പറഞ്ഞ കുട്ടിഘോഷിക്കുന്ന സൗകുമാര്യതയെ കുറിച്ച് പറഞ്ഞു. നെയ്മറുണ്ട്, മെസ്സി ഉണ്ട്. ഓഫ്കോഴ്സ് രണ്ടുപേരും അതിഗംഭീരമായിട്ട് കളിക്കുന്നു, താള നിബദ്ധമായി തന്നെ കളിക്കുന്നു. പക്ഷെ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ ഒരവസ്ഥ അത്ര ശോഭനീയമല്ല. ഈ മത്സരങ്ങൾ ഓരോന്നും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് ഈ ഒരു അവസരത്തിൽ മാറ്റിവെച്ച് മെസ്സിയുടെ വിജയം അത് തന്നെ ആഘോഷിക്കപ്പെടേണ്ടതാണ്. എബിൻ റോസ്, കൃഷ്ണരാജാണ്. മെസ്സിയെക്കുറിച്ച് നമുക്ക് പിന്നീട് വരാം, ഇനിയും വരേണ്ടതുണ്ട്, കാരണം അത്രയേറെ ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് മത്സരത്തിലേക്കൊന്ന് പോയാൽ ഇന്നത്തെ അർജന്റീനയുടെ മഹാതന്ത്രം ഏഞ്ചൽ ഡി മരിയയെ കളിപ്പിച്ചതല്ലേ? അതാകില്ലേ ബ്രസീൽ പ്രതിരോധത്തെ കുറച്ചെങ്കിലും അമിത പ്രതിരോധത്തിലേക്ക് ആക്കിയതും അർജന്റീനയ്ക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കി കൊടുത്തതും? തീർച്ചയായിട്ടും ഡിമരിയ എന്നൊരു ഫാക്ടർ വളരെ വലുത് തന്നെയാണ്. കോച്ചിന്റെ ആ ഒരു ചേഞ്ചസ് ഈ കളിയെ സ്വാധീനിച്ചു എന്നതിൽ അദ്ദേഹം ഗോളിലൂടെ മറുപടി നൽകേണ്ടായി. പലപ്പോഴും ഡിമരിയുടെ ഫിറ്റ്നസും അദ്ദേഹത്തിന്റെ മെന്റൽ ഇതും കപ്പാസിറ്റിയും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ നമ്മൾ പറയുന്ന പോലെ മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് കളിക്കുന്ന പല കളിക്കാരും വളരെ ടാലൻസുകളാണെങ്കിലും അവർ പലപ്പോഴും ഈ മാനസിക സമ്മർദ്ദം മൂലം അത് പെർഫോമൻസ് ചെയ്യാതെ പോകണം. അതിലൊരു കളിക്കാരനാണ് ഡിമരി. വളരെയധികം ടാലന്റും ലോകത്തിലെ മറ്റുള്ള മത്സരം, പക്ഷെ നിർണായക മത്സരങ്ങളിൽ പരാജയപ്പെടുന്ന പതിവ് കാഴ്ചയായിരുന്നു. അതിൽ വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഇന്ന് ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രൂവ് ചെയ്തു അദ്ദേഹം എന്താണെന്ന്. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും ഡിമരിക്കൊപ്പം എടുത്തു പറയേണ്ടവരാണ് ലിയോണൽ സ്കലോണി എന്നൊരു കോച്ചിന്റെ തന്ത്രം. കാര്യം എപ്പോഴും ഒരു യുവതാരങ്ങൾക്കിടയിൽ അവരെ നയിക്കാൻ കഴിയുന്ന പാകത്തിൽ ഉള്ള ഒരു സീനിയർ താരങ്ങളുടെ ഒരു എന്താ പറയാ ഒരു സാന്നിധ്യം എപ്പോഴും ടീമിന് ഉത്തേജനം നൽകും. ആ ഉത്തേജനം തീർച്ചയായിട്ടും അർജന്റീനയ്ക്ക് ഗോളിന്റെ രൂപത്തിൽ കിട്ടുകയും സ്കലോണിയുടെ തീരുമാനത്തെ 100% ശരിവയ്ക്കുന്ന പ്രകടനത്തിലൂടെ ഡിമരിയെ മറുപടി നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഡിമരിക്കും അർഹതപ്പെട്ട നമ്മൾ മെസ്സിയെ പറയുന്ന പോലെ തന്നെ തീർച്ചയായും കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ ഡിമരിയും അർജന്റീനൻ ടീമിന്റെ നിർണായക സാന്നിധ്യമാണ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ മെസ്സിക്ക് ലഭിച്ച കാവ്യനീതി പോലെ തന്നെ അദ്ദേഹത്തിനും ലഭിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഫൈനലിൽ അദ്ദേഹം ഗോൾ വഴി അതും മറക്കാനോ തിരസ്കരിക്കപ്പെടാനോ പറ്റാത്ത രീതിയിലായിരുന്നു. എബിൻ, 2014 ലോകകപ്പ് ഫൈനലിൽ അർജന്റീന ജർമ്മനിയെ നേരിടുമ്പോൾ ഡിമരിയ പരിക്കേറ്റ് പുറത്തിരിക്കുകയായിരുന്നു. പക്ഷെ മരിയ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് മെസ്സിക്ക് ഒരു കിരീടം ഉയർത്താമായിരുന്നു എന്ന് തോന്നിയിട്ടില്ലേ? അദ്ദേഹം ഫ്രാൻസിനെതിരെ 2018 ലോകകപ്പ് സെമിയിലും ഒന്നാന്തരം ഒരു ഗോൾ അടിച്ചിരുന്നു. ശരിക്കും എന്താ പറയാ, ഡിമരിയ അദ്ദേഹത്തിന്റെ ദിവസങ്ങളിൽ അദ്ദേഹത്തിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് വളരെ കുറവായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ സ്കോർ ചെയ്തെങ്കിൽ പോലും അദ്ദേഹം പലപ്പോഴും എന്താ പറയാ, നമ്മൾ പറയല്ലോ ഒരു മൂഡി പ്ലെയറാണ്, മൂഡിനനുസരിച്ച് കളിക്കുന്ന ഒരു കളിക്കാരൻ. അതുകൊണ്ട് അന്ന് ജർമ്മനിക്കെതിരെ സെമി ഫൈനലില് ശരിക്കും അന്ന് അർജന്റീന ജയിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ഒരു കളിക്കാരന്റെ സാന്നിധ്യം, അതായത് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വരുന്ന കളിക്കാരൻ അദ്ദേഹത്തിന് പകരം വയ്ക്കാനാകും ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം അതുകൊണ്ടാണല്ലോ ഡിമരി ഇപ്പോഴും ടീമിൽ ഒരു മെമ്പറായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ടാലൻസുകൾ കുറവൊന്നുമില്ല. പക്ഷെ നമുക്ക് അങ്ങനെ മുന്നിലെ കളികളെ കുറിച്ച് ഡിമരിയെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നിരവധി കളികൾ ഡിമരി ഉള്ളപ്പോഴും ടീം പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഡിമരി എന്നൊരു കളിക്കാരന് കാവ്യനീതി, അദ്ദേഹത്തിന്റെ ടാലൻസിന് അംഗീകാരമായി ഈ യൂറോണിൽ ലഭിച്ച ഫൈനലിൽ നമുക്ക് കാണാം. തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഡിമരിയയുടെ ആ ഒരു വരവ്, ഇന്ന് വരുത്തിയ മാറ്റങ്ങൾ, അത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതുതന്നെയാണ് ഈ വിജയത്തിൻ്റെ ഒരു കാരണമായി മാറിയതും മെസ്സിക്ക് അർഹതപ്പെട്ടത് നേടിക്കൊടുക്കാൻ ഇടയാക്കിയതും. രാജേഷ്, അത് ആ ഒരു കാര്യത്തിൽ ഇന്ന് വരുത്തിയ മാറ്റങ്ങൾ, കോച്ച് വരുത്തിയ മാറ്റങ്ങളെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും 5 നിർണായക മാറ്റങ്ങളാണ് ആദ്യ 11-ൽ സ്കലോണി വരുത്തിയത്. ആ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ടീമിന് ഗുണകരമായി ഭവിച്ചു എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏഞ്ചൽ ഡി മരിയയുടെ. ഏഞ്ചൽ ഡി മരിയ സാധാരണ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇറങ്ങിയിരുന്നത്. പക്ഷെ ആദ്യ 11-ൽ ഇറക്കാൻ തീരുമാനിച്ച ആ ഒരു നീക്കം വിജയം കാണുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ആ ഗോള് വീണു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ 2 ടച്ച്, അതായത് ഇടതുകാലിൽ സ്വീകരിച്ച് അതുപോലെ തന്നെ അതിവിദഗ്ധമായിട്ട് ഇടതുകാൽ കൊണ്ട് തന്നെ ചിപ്പ് ചെയ്ത് നേടുന്ന ആ ഗോള് അതിമനോഹരമായിരുന്നു. അതിൽ തന്നെ കിരീടം നേടാനായി എന്ന് പറയുന്നത് അത് ഏഞ്ചൽ ഡി മരിയയെ സംബന്ധിച്ചും വലിയ നേട്ടമാണ്. പിന്നെ ഈ
ടീമിലെ മാറ്റങ്ങൾ നമുക്കറിയാം. അവർ ഏറ്റവും മികച്ച ഒരു താരത്തെ പുറത്തിരുത്തിയാണ് അവർ കളിച്ചുകൊണ്ടേയിരിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ അഗ്യൂറയെ പുറത്തിരുത്തിയാണ് അവർ കളിച്ചത്. അത് തന്നെ അവരുടെ ബെഞ്ച് സ്ട്രെങ്തിനെ കാണിക്കും. പിന്നെ മുന്നേറ്റ നിരയിൽ അവർക്ക് താരങ്ങളുടെ ബാഹുല്യമുണ്ട്. അപ്പോൾ അഗ്യൂറെ പുറത്തിരുത്തിയ ആ ഒരു തീരുമാനം തീർച്ചയായിട്ടും ഈ മത്സരത്തെ വെച്ച് നോക്കും, അല്ലെങ്കിൽ സ്കലോണിയുടെ ആ നീക്കത്തെ തീർച്ചയായിട്ടും നമുക്ക് ശ്ലാഘിച്ചേ മതിയാകും. അദ്ദേഹത്തെക്കാൾ മികച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ ഈ ടീമിന്റെ കോമ്പോസിഷന് ചേരുന്ന താരങ്ങളെ തന്നെ കുത്തിയിളക്കി ഇറക്കുവാനായിട്ട് സ്കലോണി ശ്രമിച്ചു. അതിന്റെ ഫലം അവർക്ക് ഫൈനലിൽ ലഭിക്കുകയും ചെയ്തു. മികച്ച പ്രതിരോധത്തെ ആണ് നമുക്ക് ഈ പ്രാവശ്യം അർജന്റീന കാണും. നമുക്കറിയാം സെക്കൻഡ് ഹാഫില് ബ്രസീലിന്റെ തുടരെയുള്ള മുന്നേറ്റങ്ങളെ മുഴുവൻ തടുത്തു നിർത്തിയത് അവരുടെ ടോർട്ടാമെന്റിയുടെ നേതൃത്വത്തിലുള്ള ഉറച്ച പ്രതിരോധം തന്നെയാണ്. നമുക്കറിയാം എത്ര അതിഗംഭീരമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന നെയ്മറെ എത്ര തവണയാണ് അവരുടെ ഡിഫൻസ് അതിവിദഗ്ധമായി വളരെ സമർത്ഥമായി പ്രതിരോധിച്ചത് നാം കണ്ടതാണ്. അപ്പം ഗോൾ പോസ്റ്റ് അല്ലെങ്കിൽ ഗോൾ പോസ്റ്റിന് വളരെ വെളിയിൽ വെച്ച് ഉള്ള ഫൗളുകൾ തീർച്ചയായിട്ടും അവർ കമ്മിറ്റ് ചെയ്യുമ്പോൾ നെയ്മറെ അടുപ്പിക്കാതിരിക്കാൻ കൃത്യമായ തന്ത്രം അവര് പ്രകടിപ്പിച്ചു. അതിനകത്ത് ഫലവും കണ്ടു. തീർച്ചയായും ആവേശം നുരഞ്ഞ് പൊന്തിയ ഒരു ഫൈനൽ തന്നെയാണ് നമ്മൾ കണ്ടത്. കിരീടം അർജന്റീനയ്ക്ക്, മെസ്സിക്ക് കപ്പ്, അങ്ങനെയുള്ള ഒരു കോപ്പ അമേരിക്ക ആണ് സമാപിച്ചിരിക്കുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത്തരമൊരു കിരീടധാരണത്തിലേക്ക് അർജന്റീനയും മെസ്സിയും എല്ലാം എത്തിയിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവർക്ക് സന്തോഷം നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഞാൻ രാജേഷിലേക്കും ഒപ്പം തന്നെ യെവൻഡോസിലേക്കും കൃഷ്ണരാജിലേക്കും തിരിച്ചെത്താം. ചെറിയൊരു ഇടവേള. സ്വപ്ന ഫൈനൽ അർജന്റീനയ്ക്കൊപ്പം നമ്മോടൊപ്പം ശ്രീ IM വിജയൻ തത്സമയം ചേരുകയാണ്. ശ്രീ IM വിജയൻ, എന്തായാലും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ തന്നെയാണ്. ഇന്നലെ പറഞ്ഞതുപോലെ ചെക്കൻ പൊളിച്ചു കേട്ടോ. ജോയ് ആദ്യം തന്നെ സോറി പറയണ. ജോയ്ക്ക് അറിഞ്ഞോടെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു, അവിടെ വരാൻ ഭയങ്കര ലേറ്റായി കേട്ടോ. കുഴപ്പമില്ല, പൊളിച്ചു തകർത്തളിയൻ അളിയെ തകർത്തു. ചക്കര മെസ്സി, ചെക്കനല്ല ചക്കര മെസ്സിയാണെന്ന്. ചക്കര മെസ്സി ആണോ? പൊന്നുകൂടാണ്. എങ്ങനെയായിരുന്നു ആ കപ്പ് ഉയർത്തിയ നിമിഷത്തെ കണ്ടത്? ആ സന്തോഷം എങ്ങനെ പങ്കുവെക്കാം? തീർച്ചയായിട്ടും ഭയങ്കര, അത് കാരണം ജോയൊക്കെ അറിയാമല്ലോ. കാരണം എല്ലാവരും ബ്രസീലിൻ്റെ ആരാധകരായാലും ശരി, അർജന്റീനയുടെ ആരാധകരായാലും ശരി, ചെക്കന് ഒരു കപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം തന്നെയായിരുന്നു. പക്ഷെ ആ സമയത്ത് ആ മുഹൂർത്തത്തിൽ ആ കപ്പ് മേടിക്കാൻ പോകുമ്പോൾ അവൻ്റെ ഒരു എന്താ പറയുക, ഇത്രയധികം ബാലൻഡർ കിട്ടിയേക്കാളും സന്തോഷമാണ് ആ കപ്പ് എടുക്കുമ്പോൾ അവൻ്റെ ഫേസിൽ കാണാനുള്ളത്. ഞാൻ ആ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ താങ്കളുടെ ആ ടെൻഷനൊക്കെ ഇങ്ങനെ കാണുകയായിരുന്നു. അവസാന നിമിഷത്തിൽ ഒരു ഗോൾ അടിക്കാനുള്ള ഒരു സുവർണ അവസരം വന്നല്ലോ. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയപ്പോഴുണ്ടായ ഒരു വിഷമമൊക്കെ ഞങ്ങൾ സ്ക്രീനിലൂടെ കാണുകയായിരുന്നു. തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു ആ ഈ മത്സരത്തെ മൊത്തത്തിൽ ആസ്വദിച്ചത്? മത്സരത്തെ കുറിച്ച് എങ്ങനെ പറയാം? കളി മൊത്തത്തിൽ ഇങ്ങനത്തെ ബിഗ് ടീം വന്നിട്ടുണ്ടെങ്കിൽ ഫൈനലൊക്കെ ഇതേമാതിരി തന്നെ ആവുള്ളൂ, നമുക്കറിയാം. പക്ഷെ ആ കറക്റ്റ് ടൈമിൽ ഡിമേരിക്ക് ഒരു ചാൻസ് കിട്ടി, ആകെ ഒരു ചാൻസ് കിട്ടി, അത് ഗോളാക്കി. ആ ഡിമേരിയുടെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അർജന്റീന ഡിഫൻസ് നല്ല കട്ടയ്ക്ക് നിന്നു. പിന്നെ അതല്ല, ബ്രസീൽ കുറേ കാലത്തിന് എനിക്ക് നെയ്മറുടെ നല്ലൊരു കളി കാണാൻ പറ്റി. നല്ല വാശിയിൽ കളിച്ചു നെയ്മർ. അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നെയ്മറിൻ്റെ ആ കളികളും ആ സ്കില്ലുകളും കുറേ കാണാൻ പറ്റി. പക്ഷെ മെസ്സി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കിട്ടിയ ചാൻസ് അടിച്ച് ഗോളാക്കാൻ മെസ്സിയെ പോലെ ഒരാൾ മിസ്സാക്കാൻ പാടില്ല. പക്ഷെ മെസ്സി അത് ഗോളാക്കിയാൽ പിന്നെ ഇനി ഫുട്ബോളിൽ അങ്ങനെ ഒരു ആളുണ്ടാവില്ല എന്നൊക്കെയാവും. അപ്പം അത്രയ്ക്ക് വേണ്ട. ഞങ്ങൾ കുറച്ച് വേൾഡ് കപ്പിന് എടുത്തു വെച്ചേക്കാണ് ജോയ്. ഞാൻ വേൾഡ് കപ്പിന് കൂടി എടുക്കണ്ടേ? ശ്രീ IM വിജയൻ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഒരു സമ്മർദ്ദം മെസ്സിക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്ലബ് ഫുട്ബോളിൽ നിന്ന് സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കാൻ വരുമ്പോൾ ആ ഒരു സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പലപ്പോഴും ഉണ്ടായിരുന്നു. പലപ്പോഴും അത് അദ്ദേഹത്തിന് വിനയായി മാറുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കിരീടം നേടിയതോടുകൂടി മെസ്സി വേറൊരു ലെവലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
മാസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വരാനിരിക്കുന്ന ലോകകപ്പിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ, ബാക്കിയുള്ള താരങ്ങൾ എല്ലാം ഒന്ന് ഭയപ്പെടണ്ടേ? അയ്യോ തീർച്ചയായിട്ടും ജോയ് പറഞ്ഞ കറക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലം ഒരു കപ്പ് കിട്ടാത്ത വിഷമത്തിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ചെക്ക പൊരി എന്ന് പറഞ്ഞ പൊരി ഫ്രീ ബാഡായി ഇപ്പോൾ പറന്ന് കളിക്കാഞ്ഞു. ഇനിയിപ്പോൾ അവർ പിടിക്കാനേ ബുദ്ധിമുട്ടാവും. ഇനിയിപ്പോൾ മറ്റേ വേൾഡ് കപ്പിലൊക്കെ ചെക്കനെ പിടിച്ചാൽ കിട്ടില്ല ചിലപ്പോൾ. ഖത്തറിൽ നമുക്ക് കാണാം. ഇന്നിപ്പോൾ വലിയ ടെൻഷനൊന്നുമില്ല. ഇപ്പോൾ വേൾഡ് കപ്പ് കിട്ടിയില്ലെങ്കിലും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓൾറെഡി ഒരു കപ്പായി. ഇനി വേൾഡ് കപ്പ് കിട്ടിയില്ല ആള് പറന്ന് കളിക്കും. ഇനി പിടിക്കാൻ ബുദ്ധിമുട്ടാവും. ഞാൻ അവനെ ഇപ്പോഴേ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ അപ്പോൾ കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ജോയ്, ഒരുപക്ഷെ മലയാളികളുടെ മുഴുവൻ അർജന്റീനിയൻ ആരാധകരുടെ മുഴുവൻ ആവേശം, സന്തോഷം എന്താണെന്ന് IM വിജയൻ എന്ന ഒറ്റ ഫ്രെയിമിലൂടെ നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. തീർച്ചയായും. ശ്രീ IM വിജയൻ, ഏഞ്ചൽ ഡിമരിയ എന്ന താരത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തെ ആദ്യ പകുതിയിൽ തുടക്കത്തിൽ ആദ്യ 11-ൽ തന്നെ കളിപ്പിക്കാൻ തീരുമാനിച്ച സ്കലോണിയുടെ തന്ത്രം അത് തന്നെയല്ലേ ടിറ്റയെ കീഴ്പ്പെടുത്തിയത്? തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം ലാസ്റ്റ് സെമി ഫൈനലിൽ ഡിമരിയ വന്നപ്പോഴാണ് ഒരു നല്ലൊരു മൂവ്മെന്റ്സും നല്ല അറ്റാക്കൊക്കെ ഉണ്ടായത്. പക്ഷെ ആദ്യം ഡിമരിയനെ ഫസ്റ്റ് ലെവലിൽ കളിപ്പിച്ചായിരുന്നു. രണ്ടാമത്തെ മൂന്നാമത്തെ കളി തൊട്ടാണ് ഫസ്റ്റ് ലെവലിൽ നിന്ന് മാറ്റിയത്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുമ്പോൾ ഭയങ്കര എഫക്റ്റ് ആയിരുന്നു ടീമിന്. പക്ഷെ ആ കോച്ച് തന്ത്രം മാറ്റിയാണ് ഏറ്റവും വലിയ വിജയം അർജന്റീന. കാരണം ഫസ്റ്റ് ലെവലിൽ ഇട്ടു, 20-22 മിനിറ്റ് ആ ചാൻസ് കിട്ടി. ഡിമരിയെ തന്നെ എക്സ്പീരിയൻസ് കൊണ്ട് ഗോളാക്കാന്ന് പറഞ്ഞാൽ ആ കോച്ചിന്റെ വലിയൊരു കഴിവ് തന്നെയാണ്. ഇവിടെ ശ്രീ IM വിജയൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ് ഈ മാറ്റങ്ങളെക്കുറിച്ച്. ഇപ്പോൾ കൃഷ്ണരാജ് ചോദിച്ചതും താങ്കൾ മറുപടി പറഞ്ഞതും അത് തന്നെയാണ്. അപ്പോൾ ഈ പ്രതിരോധത്തിൽ ഊന്നി ഇന്ന് ഇടയ്ക്ക് അവസാന സമയത്തൊക്കെ കളിച്ചു. പ്രധാനപ്പെട്ട ചില താരങ്ങളെല്ലാം ഇപ്പോഴും പുറത്തിരുന്നു. മരിയെ കൊണ്ടുവന്നു. അങ്ങനെയുള്ള തീരുമാനങ്ങളെല്ലാം കോച്ച് എടുത്തു. ഇന്നലെ ബ്രസീൽ കോച്ച് പറഞ്ഞത് മെസ്സിയെ പൂട്ടാനുള്ള ചില തന്ത്രങ്ങളെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട്, അത് പറയില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ ഇന്ന് നടപ്പായോ? എങ്ങനെയാണ് അർജന്റീനയുടെ ഒരു നീക്കങ്ങളെല്ലാം താങ്കൾ കണ്ടത്? ഇല്ല, അർജന്റീന ഇന്ന് ജയിക്കാൻ വേണ്ടി തന്നെയാണ് കളിച്ചത്. കാരണം ബ്രസീലും ജയിക്കാൻ വേണ്ടി തന്നെ. പക്ഷെ അർജന്റീനയ്ക്ക് ഒരു പ്രത്യേക ഒരു വാശും വീറൊക്കെ ഉണ്ടായിരുന്നു. കാരണം മെസ്സിയുടെ ഒരൊറ്റ ഇതിൻ്റെ പുറത്ത് തന്നെയാണ് അവരും ആ അത്രയും ഇതെടുത്തിട്ടുള്ളത്, പ്രഷർ എടുത്ത് കളിച്ചിട്ടുള്ളത്. ഓക്കെ, കോച്ച് ബ്രസീലിൻ്റെ കോച്ച് ഗ്രേറ്റ് കോച്ചാണ് ഒക്കെ സമ്മതിക്കും. പക്ഷെ മെസ്സിയെ പോലെ ഒരു പ്ലെയറിനെ ഏത് കോച്ച് പറഞ്ഞാലും അവനൊരിക്കലും ടൈറ്റ് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അവൻ ബോൾ കാലും വീട്ടുന്ന കളിക്കുന്ന പ്ലെയറാണ്. മറ്റേ പ്ലെയറുടെ കളി കൂടിയും പോവും ഇവനെ ടൈറ്റ് മാർക്ക് ചെയ്യാന്ന് തന്നെ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കളിച്ച് മേടിച്ചിട്ടുള്ളതാണ് മാൻ ഓഫ് ദി മാച്ച് ഒക്കെ. 3-4 മാൻ ഓഫ് ദി മാച്ച്, 4 മാൻ ഓഫ് ദി മാച്ച് മേടിച്ച്. പക്ഷെ അവൻ്റെ ഒരു ബോൾ കിട്ടിയാൽ എത്ര വലിയ മാൻ ടു മാൻ മാർക്ക് ചെയ്താൽ വന്നാലും ആര് വന്നാലും അവൻ ഗോളായി ഡ്രിബിൾ ചെയ്ത് പോകും. പുള്ളിയുടെ ഇപ്പോൾ പുതിയൊരു തന്ത്രമുണ്ട്. വീണ് കിടന്നാലും പന്ത് റൗണ്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പുതിയൊരു ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് മെസ്സി. ആദ്യമേ ഉള്ളതാണത്. വീണുകൊണ്ട് ബോൾ എടുത്ത് പോണതല്ലേ, അത് ആദ്യമേ ഉള്ളതാണ്. ശ്രീ IM വിജയൻ, ഇന്ന് പ്രതിരോധം ഒരുപക്ഷെ അർജന്റീന ഏറ്റവും അധികം ഭയന്നത് സ്വന്തം പ്രതിരോധത്തെയാവും. കാര്യം സെമിയിലടക്കം ആടിയുലഞ്ഞ പ്രതിരോധമായിരുന്നു. കൊളംബിയ എത്രമാത്രം അപകടം അവരുടെ ഗോൾമുഖത്ത് സൃഷ്ടിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. ഇന്ന് താഗ്ലിയഫിയാക്കോയെ പുറത്തിരുത്തുന്നു, പാസലെ പുറത്തിരുത്തുന്നു, മോളിനെ പുറത്തിരുത്തുന്നു. കിട്ടാവുന്ന പരമാവധി ആയുധങ്ങളെ അവിടെ കൊണ്ടുവരുന്നു. ക്രിസ്ത്യൻ റൊമേരോ പരിക്കേറ്റ് പുറത്തായിരുന്നു, തിരിച്ചു വരുന്നു. മോൺഷിൽ വരുന്നു. ഓട്ടാമെൻഡിയെ മാത്രം നിലനിർത്തി അക്യൂനയെ കൂടി കൊണ്ടുവന്ന് കടുത്ത പ്രതിരോധമാക്കുന്നു. രണ്ടാം പകുതിയിൽ താഗ്ലിയഫിയോക്കോയെ വീണ്ടും കൊണ്ടുവരുന്നു. മധ്യനിരയിൽ നിന്ന് റോഡ്രിഗസിനെ പിൻവലിക്കുന്നു. ഇന്ന് മെസ്സി അവിടെ നിൽക്കട്ടെ, ഡിമരിയയുടെ ഗോൾ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഫുൾ മാർക്ക് അർജന്റീനിയൻ പ്രതിരോധത്തിന് കൊടുത്തുകൂടെ? തീർച്ചയായിട്ടും 100% ജോയ്. കാരണം ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു ഡിഫൻസ്. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ഗെയിമായിരുന്നു ഡിഫൻസ്. അതൊരു ഗോൾ കീപ്പറും ഡിഫൻസും ഇന്നൊരു കട്ട സീൻ തന്നെയായിരുന്നു. ശരിയാണ്. ശ്രീ IM വിജയൻ, ഇവിടെ ഈ അവരുടെ രാജ്യത്ത് പോയി തോൽപ്പിക്കുക എന്നുള്ള പറയുന്നതും വലിയൊരു കാര്യം തന്നെയല്ലേ? പുലിയെ അതിൻ്റെ മടയിൽ പോയി പിടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ അങ്ങനെ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ആഘോഷം ഏത് തരത്തിലാണ്?
അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗ്രേറ്റൻസ്. ഇല്ല ജോയി, അത് അവരവിടെ പോയി അവരെ തോൽപ്പിക്കുക. മറാക്കസ് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയണേ. ഞാൻ കളി കാണാൻ പോയിട്ടുള്ളതാണ് ജർമ്മനിയിലെ. അവരും കളിക്കുമ്പോൾ ഞാൻ കളി കാണാൻ, വേൾഡ് കപ്പ് ഞാൻ കളി കാണാൻ പോയിട്ടുള്ളതാണ്. ആ ഗ്രൗണ്ടിൽ പോയി തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലാലേട്ടൻ്റെ പുലിമുരുകിലത്തെ പോലത്തെ ഡയലോഗ് പറയേണ്ടി വരും. പുലിനെ മടയിൽ പോയിട്ട് കൊല്ലാന്ന് പറഞ്ഞത് അതമരെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും. കൃഷ്ണരാജ് തുടരാം. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട മത്സരവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ് ശ്രീ IM വിജയൻ. ഈ പുതുമുഖ താരങ്ങൾ ഇപ്പോൾ ലോത്താരോ മാർട്ടിനസ്, ലോ സെൽസോ, റോഡ്രിഗസ്, മുൻനിരയിൽ നിക്കോളാസ് ഗോൺസാലസ്, ഇങ്ങനെ ചില യുവതാരങ്ങളെ, അധികം പ്രായമൊന്നുമില്ലാത്ത താരങ്ങളെ പതിവായി പരീക്ഷിക്കുന്നു. അവർ അവസരങ്ങൾ നശിപ്പിക്കുന്നുവെങ്കിൽ പോലും ഈ മുന്നേറ്റ താരങ്ങളെ അതേപടി നിലനിർത്തുന്നു. അഗ്യൂറോയെ പോലെ ഒരാൾ പുറത്തിരുത്തുന്നു. ഡീമരിയയ്ക്ക് പോലും അവസരം കിട്ടുന്നതിലൊക്കെ നമ്മൾ കണ്ടതാണ്, ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ സ്കോർ ചെയ്യുന്നത് സ്കലോണിയാണ്. കാരണം അദ്ദേഹം ലക്ഷ്യം കണ്ടത് നമ്മൾ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ അടുത്ത ലോകകപ്പിന്, അടുത്ത വർഷത്തെ ഖത്തർ ലോകകപ്പിന് വേണ്ടി ഒരു ടീം, അതിൽ അദ്ദേഹം കൂടുതൽ അഭിമാനിക്കണ്ടേ, അദ്ദേഹത്തിന് നമ്മൾ കൂടുതൽ കൈയടിക്കണ്ടേ? അതെ 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 തീർച്ചയായും കോച്ചിൻ്റെ ഒരു തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ് പ്ലെയേഴ്സിന് കൂടുതൽ ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ്. മെസ്സിയുടെ കൂടെ യങ് പ്ലെയേഴ്സ് കളിക്കുമ്പോൾ കൂടുതൽ അവർക്കൊരു ഭയങ്കര ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ഉണ്ടാവും. മെസ്സിയുടെ കൂടെ ഇങ്ങനെ കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവും. തീർച്ചയായിട്ടും ജോയ് പറഞ്ഞ കറക്റ്റാണ്. അടുത്ത വേൾഡ് കപ്പിനുള്ളൊരു തയ്യാറെടുപ്പ് തന്നെയാണ് മറ്റുള്ളവർക്ക് ചാൻസ് കൊടുത്ത്. ഇത്രയും നല്ലൊരു അഗ്യൂറോ ബെസ്റ്റ് പ്ലെയറാണ്, ഇല്ല നമ്മൾ പറയുന്നില്ല, ബെസ്റ്റ് പ്ലെയറാണ്. ഫസ്റ്റ് കളി കളിക്കുമ്പോൾ ആ ഒരു കാഷ്വൽ കളി കണ്ടിട്ട് ആ പ്ലെയറിനെ പിടിച്ച് പുറത്തിരുത്തി എന്ന് പറഞ്ഞാൽ കോച്ചിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. എന്നിട്ട് യങ് സൈഡിനാണ് ചാൻസ് കൊടുക്കുന്നത്. ഒരുപക്ഷെ തോറ്റിരുന്നുവെങ്കിൽ അഗ്യൂറോ ഒരുപക്ഷെ പൊട്ടിത്തെറിക്കുമായിരുന്നു. കാരണം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏറ്റവും സ്ട്രോങ് സ്ട്രൈക്കർ അയാളെയാണ് പുറത്തിരുത്തിയത് അവസരം നൽകാതെ. അപ്പോൾ അത്രയും കടുത്ത തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള ധീരനായ കോച്ചാണ് സ്കലോണി എന്നുകൂടി തെളിയുന്നു. അതാണ് ജോയ്, അങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ പുറത്ത് നിർത്തിയിട്ട് കളിക്കാന്ന് പറഞ്ഞാൽ ആ കോച്ചിന്റെ ഗട്സ് കാണണം. ആ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോച്ചിനെയും പൊങ്കാലിട്ട് മെസ്സിനെയും പൊങ്കാലിട്ട് കൊന്ന് തകിട് പൊടിയാക്കും. പക്ഷെ ആ കോച്ചിന്റെ ഒരു വമ്പൻ ഗ്രേറ്റും ഒരു ആത്മവിശ്വാസം തന്നെയാണത്. കൃഷ്ണരാജ്, ഞാനന്ന് ആ സന്തോഷം കഴിഞ്ഞ ദിവസം ശ്രീ IM വിജയൻ ഇന്നലെ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നല്ലോ. അതിൽ നല്ലൊരു മാസ് ഡയലോഗ് ഉണ്ടായിരുന്നു. അത് പോരാളിയാ. എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ ലോകമെമ്പാടുമുള്ള അർജന്റീനിയൻ ആരാധകർ, കേരളത്തിലെ ആരാധകർ എല്ലാം സന്തോഷത്തോടെ മുന്നോട്ട് പോകുകയാണ്. ആ വീഡിയോയിലെ വാക്കുകൾ ഒരുപക്ഷെ IM വിജയൻ ഇപ്പൊ കുറച്ചുകൂടി ആവേശത്തിൽ പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മെസ്സിയാണ് IM വിജയൻ, ഒന്ന് പറയാമോ? അതുകൊണ്ടാ ഞാൻ ആൾക്കാരെ എന്നെ തല്ലുമല്ലോ അവര്. എന്തായാലും ശ്രീ IM വിജയൻ, ഇനി നമ്മൾ കാണാൻ പോകുന്ന അർജന്റീനയെ കുറിച്ച് കൂടി പറഞ്ഞാൽ കൊള്ളാം. കാരണം ഈ സമ്മർദ്ദങ്ങളെല്ലാം മാറി, ഈ താരങ്ങളെല്ലാം ഈ പറഞ്ഞ കണക്കിന് മറ്റ് താരങ്ങളെല്ലാം എല്ലാവരും സന്തോഷത്തിൽ തന്നെയായിരിക്കും. അവരിനി അവരുടെ രാജ്യത്ത് എത്തിയ ശേഷമുള്ള ആഘോഷങ്ങളെല്ലാം നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇവരെ കാണാൻ കഴിയുക ഒരു വലിയ ഫുട്ബോൾ മേളയിൽ കാണാൻ കഴിയുക ഖത്തർ ലോകകപ്പിലാണ്. എന്നാണ്ട് നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്നൊരു ലോകകപ്പ് എന്നൊരു സവിശേഷതയുണ്ട്. അപ്പോൾ ആ ഒരു ലോകകപ്പിലേക്ക് ഉള്ളൊരു വരവ് ഇനി എങ്ങനെ ആകണമെന്നാണ് താങ്കൾ കരുതുന്നത്? മെസ്സിയും കൂട്ടരും, മെസ്സിപ്പട. അല്ല, ഇപ്പോ ജോയിനെ പറഞ്ഞില്ലേ ആ കോച്ചിന്റെ തന്ത്രം എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് അടുത്ത ലോകകപ്പിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ആ യങ് സൈഡ് പ്ലെയേഴ്സിനെ കൊണ്ടുവരാനുള്ളത്, മുന്നോട്ട് കൊണ്ടുവരാനുള്ളത്. തീർച്ചയായിട്ടും ഈ ടീമിലെ യങ്ങസ്റ്റ് പ്ലെയേഴ്സിന് നല്ല ചാൻസ് കിട്ടും അർജന്റീന ടീമിൽ. ആ കോച്ചിന്റെ ആ ഒരു കഴിവ് തന്നെയാണ്. ജോയ് പറഞ്ഞ പോലെ ആ കോച്ചിന്റെ ഫുൾ റിസ്ക് കോച്ച് എടുത്തിട്ടാണ് കരഞ്ഞത്. മെസ്സിയുടെ അടുത്ത് വന്ന് കരഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ഒരു സന്തോഷം, അത്ര റിസ്ക് എടുത്തിട്ട് ആ കോച്ച് ഇങ്ങനത്തെ ഇത്ര വലിയ ടൂർണമെന്റിൽ ഇത്ര റിസ്ക് എടുക്കാന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് കോച്ചാണ് ആള്. തീർച്ചയായും. എന്തായാലും നന്ദി ശ്രീ IM വിജയൻ, ഈ നിമിഷങ്ങളിൽ, ഈ സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന്. എന്തായാലും പൊളിക്കാനുള്ളൊരു ദിവസമാണല്ലോ. താങ്ക് യു.
നടക്കട്ടെ. നന്ദി. നമുക്ക് മറ്റ് അതിഥികളിലേക്കും കൃഷ്ണയിലേക്കും എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. Yeah!